See children, we have studied we can convert from one state of matter to the other by change of temperature. A solid, when you heat, it will give the molecules will get energy and they escape from the strong intermolecular force of attraction and they go to the liquid state. And latent heat of fusion we have seen. എന്താണ് ആ ബോയിലിംഗ് പോയിന്റിലെത്തി മെൽറ്റിംഗ് പോയിന്റിലെത്തി കഴിഞ്ഞാൽ മോളിക്യൂൾസിന് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സം എനർജി, ഹീറ്റ് energy it requires. Then that heat energy which is supplying at melting point for 1 kilogram of a solid, we call it as latent heat of fusion. ഇത് നമ്മൾ നോക്കി. പിന്നെ എന്താണ്? ലിക്വിഡ്സ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ at the boiling point again they require energy to escape to the vapor state. അതായത് ആ ലിക്വിഡ് സ്റ്റേറ്റിലെ മോളിക്യൂൾസ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാളും വീക്കാണ് ഗ്യാസിൽ. അപ്പോൾ അതിനകത്ത് എസ്കേപ്പ് ചെയ്തിട്ട് വേണം ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകാൻ. അപ്പോൾ എന്ത് ചെയ്യും? ദേ അബ്സോർബ് സം ഹീറ്റ് എനർജി. ദാറ്റ് ഹീറ്റ് എനർജി ഈസ് കോൾഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതും നമ്മൾ പഠിച്ചു. പിന്നെ ഹൗ ടു കൺവേർട്ട് കെൽവിൻ സ്കെയിൽ ടു ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ സ്കെയിൽ. ഇനി നമ്മളൊരു ചില സോളിഡ് നമ്മൾ പറഞ്ഞു ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആവും. എന്നാൽ എല്ലാ സോളിഡും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു സം സോളിഡ്സ് വെൻ യു ഹീറ്റ് ഓർ യു കീപ് ദം സിംപ്ലി എക്സ്പോസ്ഡ് they will be converted to their vapor state. That is called sublimation. Then ഞാനിപ്പോൾ ammonium chloride. So this is I have taken some ammonium chloride. ഇതിനെ നമ്മൾ എന്താണ് ammonium chloride? See, this is ammonium chloride, a white solid. Then എന്ത് ചെയ്യുക? ഇതേപോലെ ഒരു ഫണൽ വെച്ച് അടച്ചിട്ട് ഈ ഫണലിൻ്റെ ഈ ടിപ്പ് എന്ത് ചെയ്യണം? പേപ്പർ ക്ലിപ്പ് വെച്ചിട്ട് അടയ്ക്കണം. പേപ്പർ പ്ലഗ് വെച്ചിട്ട് അടച്ചിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഹീറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ഡൺ. ഐ ഹാവ് ടേക്കൺ അമോണിയം ക്ലോറൈഡ് ഇൻ ദിസ് ചൈന ഡിഷ്. എന്നിട്ട് എന്ത് ചെയ്തു? ഐ ഹാവ് ക്ലോസ്ഡ് ഇറ്റ് വിത്ത് എ ഫണൽ, ദെൻ ക്ലോസ്ഡ് ദിസ് ടിപ്പ് ഓഫ് ദ ഫണൽ വിത്ത് എ പേപ്പർ പ്ലഗ്. എന്നിട്ട് ഹീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? ഇറ്റ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു വേപ്പർ. Then I kept it for cooling sometime. I kept it for cooling. See, you can see. See, it became beautiful. See, you can see that. And cooler sides of the funnel. എന്ത് ചെയ്തു? ഇത് സബ്ലൈം ചെയ്തത് കൂൾ ചെയ്തിട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ക്രിസ്റ്റൽ ആയിട്ട് നമുക്ക് കാണാം അല്ലേ? കണ്ടില്ലേ? സോ ദിസ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. അപ്പം ഇതിനെന്തില്ല? ലിക്വിഡ് സ്റ്റേറ്റ് ഒന്നുമില്ല. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് പോയി. അത് കൂൾ ചെയ്ത് നമ്മൾക്ക് എന്ത് ചെയ്തു? ഈ ഫണലിൻ്റെ കൂളർ സൈഡ്സിൽ നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് ദ ക്രിസ്റ്റൽസ് ഓഫ് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. സോ കൺവേർഷൻ ഓഫ് എ സോളിഡ് ഡയറക്ട്ലി ടു വേപ്പർ ഈസ് കോൾഡ് സബ്ലിമേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാ സോളിഡ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിക്വിഡ് ആവുകയല്ല ചെയ്യുക. സം സോളിഡ് വിൽ ബി ഡയറക്ട്ലി കൺവേർട്ടഡ് ടു വേപ്പർ സ്റ്റേറ്റ്. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു സോളിഡ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് നല്ല ഹൈ പ്രഷറും ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു സോളിഡ്, ലിക്വിഡ് ആവും. പിന്നെ സോളിഡ് സ്റ്റേറ്റിലേക്ക് വരും. ദാറ്റ് ഈസ് കോൾഡ് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഓർ ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്ത് ചെയ്യും? യു കീപ് ഇറ്റ് ലൈക്ക് ദിസ് ഓപ്പൺ, ഇറ്റ് വിൽ ബി ഡയറക്ട്ലി കൺവേർട്ടഡ് ടു വേപ്പർ. ഇറ്റ് സബ്ലൈംസ്. അതുകൊണ്ടാണ് അതിന് ഡ്രൈ ഐസ് ഉണ്ട്. സാധാരണ ഐസ് നമ്മൾ തൊട്ടാൽ എന്ത് പറ്റും? നമ്മുടെ കയ്യിലെ എനർജി, ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് ലിക്വിഡ് ആവും അല്ലേ? ലിക്വിഡായിട്ട് എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? അത് നമ്മളെ കൈ ഇങ്ങനെ വെറ്റാവും. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ് നമ്മൾ തൊട്ടാൽ അത് എന്താവില്ല? നമ്മുടെ കൈ വെറ്റാവില്ല. പകരം എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഡയറക്ട്ലി കൺവേർട്ടഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അപ്പോൾ നമ്മുടെ കൈയൊന്നും വെറ്റാവില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡ്രൈ ഐസ്. ഉണങ്ങിയ ഐസ് dry ice it is called. Okay, so that is dry ice, the solid form of carbon dioxide. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഞാൻ പറഞ്ഞു ഓരോന്നിനും എന്ത് പേര് പറയുന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു. സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാസ്, gaseous state, then gaseous state to liquid, then liquid to solid, then solid to gaseous state directly to solid. ഇതിനൊക്കെ എന്ത് പറയും എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Now we will come to another process called evaporation. എന്താണ് evaporation? What is evaporation? Look here. See, I am taking water in a trough. ഞാൻ ഇങ്ങനെ വാട്ടർ എടുത്തു, ഇത്രയും വാട്ടർ എടുത്തു. There is water here, isn't it? Now, my question is, what is the difference between a molecule in the bulk
and the molecule on the surface. This is a molecule, bulk. It is in the bulk of the liquid, and this molecule is on the surface of the liquid. These two molecules have a difference. The molecule in the bulk, it is equally attracted from all sides. All sides of the molecules attractive, isn't it? So this molecule is attracted equally from all sides. All sides of the molecule equal attract. So to be there, it does not need any energy, extra energy. We all side of the force position. But what about the molecule on the surface? So it will be directly, see, attracted like this. Unequally they are attracted. So what happens is, the molecules it needs more energy. The molecules on the surface require more energy because they are experiencing an unbalanced force. A balance balance force. It is an unbalanced force. So the molecules on the surface, they are having higher energy because to be there on the surface, it requires more energy. Angane molecules pollution they get more energy to escape. Then what will they do? They will directly escape to vapor phase. Understood? That conversion is called evaporation. This is boiling point. You simply keep mark glass mark it will be a little bit less. Evaporated, that means evaporation takes place at all temperatures. So what is evaporation? It is the conversion of a liquid to vapor below its boiling point. Boiling point energy they will escape. Evaporation takes place at all temperatures. So evaporation is the conversion of a liquid to vapor below its boiling point. Boiling point temperature vapor phase we call it as evaporation. Okay, so it's a phenomenon in which the liquid molecules are converted to vapor phase below its boiling point. That point must be very clear. Now, what are the factors that will affect vaporization or evaporation? First thing is temperature. Temperature. Ordinary temperature evaporation but at a higher temperature the molecules will get more energy and they escape very easily. So first factor is temperature. That's why sunny day. In a sunny day you keep wet clothes there. What will happen? They evaporate fast and clothes become dry very easily. The clothes will not dry fast. So if temperature is high, the evaporation will be faster. Appa temperature factor aanu. Ini aduthadu nammal thuni nallana വിസ്തരിച്ചിങ്ങനെ നീട്ടി വിരിച്ച് അല്ലെങ്കിൽ ചുരുട്ടി കൊണ്ടിട്ട് നനഞ്ഞ തുണി ഏതായിരിക്കും ഏറ്റവും ആദ്യം ഉണങ്ങുക? The cloth which is spread, isn't it? Why? Because area of exposure, എത്രയാണോ atmosphere ആയിട്ട് കോണ്ടാക്ട് വരുന്നത് ഇത് തുറന്നു വെച്ചിരിക്കുന്നത്, that will be easily evaporated than a closed one. നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് വാട്ടർ എടുത്ത് വെച്ചു, ഒരു വലിയ പ്ലേറ്റിലും കുറച്ച് വാട്ടർ എടുത്ത് വെച്ചു, ഏത് എവാപ്പറേറ്റ് ചെയ്യും വേഗം? ഈ വലിയ പാത്രത്തിൽ വെച്ചത്. ബിക്കോസ് ഏരിയ ഓഫ് എക്സ്പോഷർ ഈസ് more. So surface of exposure will also affect rate of evaporation. അതുകൊണ്ടാണ് തുണിയൊക്കെ നനഞ്ഞ തുണി നമ്മൾ വിരിച്ചിടുന്നത് അല്ലേ? Instead of keeping them together, we spread it so that they become dry soon. Now അടുത്തത്, of course, this one, wind is movement of air, isn't it? If there is wind, the clothes will dry fast. നല്ല കാറ്റത്ത് വേഗം തുണി ഉണങ്ങും അല്ലേ? എന്തുകൊണ്ടാണ്? കാറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ചുറ്റിലുള്ള എയറിനെയൊക്കെ മാറ്റിയിട്ട് പുതിയ എയർ ഇങ്ങനെ അതിനോട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വാട്ടർ വേപ്പറിനെ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. സോ
wind is another factor. നമ്മൾ രാത്രി ഫാനൊക്കെ ഇട്ട് നമ്മൾ ഹോസ്റ്റലിൽ തുണി ഉണക്കാറുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഫാൻ ഇട്ടില്ലെങ്കിലോ തുണി രാവിലത്തേക്ക് ഉണങ്ങി കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? തുണി വിരിച്ചിടും, എല്ലാം ഫാനും ഇട്ട് വയ്ക്കും. അല്ലെങ്കിൽ സ്കൂളിലേക്ക് വരുമ്പം ഫാനെല്ലാം ഇട്ട് വെച്ചിട്ട് വരാറുണ്ട് അല്ലേ? തുണി ഉണങ്ങാൻ വേണ്ടി മഴക്കാലത്ത്. The same thing. So when there is movement of air, that is wind, the clothes will dry fast. പിന്നെ ഒന്ന് എന്താണ് ഒരു ഫാക്ടർ? Humidity. What is humidity? The presence of water vapor in the air is called humidity. ഒരു റെയിനി ഡേയിൽ ഭയങ്കര ഹ്യൂമിഡ് ആയിരിക്കും നമ്മുടെ എയർ അല്ലേ? എയർ വിൽ ബി സോ ഹ്യൂമിഡ് ബിക്കോസ് ദ presence of water molecules. So on a humid day, the clothes will not become dry. നേരെ മറിച്ച് ഡ്രൈ ആയിരിക്കുന്ന വെതറിൽ the evaporation is fast. So humidity is another factor. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം intermolecular force of attraction. നമ്മൾ വെള്ളവും തുറന്നു വെച്ചു, ആൽക്കഹോളും തുറന്നു വെച്ചു. ഏത് ആയിട്ടും അത് ഇവാപ്പറേറ്റ് ചെയ്യും? ആൽക്കഹോളാണ് വേഗം ഇവാപ്പറേറ്റ് ചെയ്യുക. എന്തുകൊണ്ട് ആൽക്കഹോൾ വേഗം ഇവാപ്പറേറ്റ് ചെയ്യുന്നു? Because between alcohol molecules, the force of attraction is very weak. നേരെ മറിച്ച് വാട്ടറിലാണെങ്കിലോ the force of attraction is very strong. So rate of evaporation will be less. അപ്പോൾ അതൊരു ഫാക്ടറാണ്. So these are the factors of temperature, then humidity, wind, area of exposure. All these things they affect the rate of evaporation. ഇനി നമ്മൾ സാധാരണ വെള്ളം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുക്കും അല്ലേ? അല്ലെങ്കിൽ ഒരു ആൽക്കഹോളൊക്കെ ഒരു ഡ്രോപ്പ് നമ്മുടെ കയ്യിൽ വെച്ചാൽ we feel very cold. Why feel very cold? Because to evaporate they require energy. ഇത് എവിടെ നിന്ന് കിട്ടും? They absorb it from our body. They absorb from our body, so we feel cool. So evaporation always result in cooling. That is why ഇപ്പോൾ ഭയങ്കര ചൂടാണെന്ന് ചോദിച്ചു വീട്ടിൽ, if you add keep some water under the or spread some water under cot, what will happen? Night you can sleep very well because to evaporate this water that will absorb energy from the surroundings and room will become cool. ചിലവർ റൂഫ് ടോപ്പിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? they will pour water. During summer they will pour water. Why? Again think that other water evaporate and it needs energy, it absorbs from the surface, so the room down will become cool. അങ്ങനെയും തണുപ്പിക്കാറുണ്ട് നമ്മൾ അല്ലേ? then അപ്പോൾ ഓൾവേസ് നമ്മൾ വീട്ടിൽ മഡ്ക, ദറ്റ് ഈസ് മണ്ണിൻ്റെ പാത്രത്തിൽ വെള്ളം എടുത്ത് വയ്ക്കും. ഇറ്റ് വിൽ ബി വെരി കൂൾ. വൈ? then in earthen pots there will be small holes. Through the small holes water will ooze out. It will come out and it will get evaporated. Then for that evaporation it requires energy to absorb from inside. So water inside will become very cold, isn't it? So that is another thing. In summer we usually keep water in earthen pots. The fridge ഇല്ലാത്ത സ്ഥലത്തെ കാര്യമാണ്. നിങ്ങളൊക്കെ ഫ്രിഡ്ജിലായിരിക്കും വെക്കുക. ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ we can keep them in earthen pots. That water will be very cold. വീട്ടിലൊക്കെ കൂജയിലൊക്കെ വെള്ളം എടുത്ത് വയ്ക്കും പണ്ട് കാലത്തൊക്കെ. ഇപ്പോഴും വെക്കുന്നവരുണ്ടാകാം. ഇറ്റ് വിൽ ബി വെരി കോൾഡ്. ദിസ് റീസൺ. ഇനി സമ്മർ ടൈമിൽ നമ്മളോട് പറയും കറുത്ത ഡ്രസ്സൊന്നും ഇടരുത്, പോളിസ്റ്റർ ക്ലോത്ത്സ് ഇടരുത് അല്ലേ? എന്തുകൊണ്ട് ഈ പോളിസ്റ്റർ ഡ്രസ്സ് ഇടരുതെന്ന് പറയുന്നത്? കോട്ടൺ ക്ലോത്ത്സ്, വി ബെറ്റർ വെയർ കോട്ടൺ ക്ലോത്ത്സ്. വൈ കോട്ടൺ ക്ലോത്ത്സ്? ഡ്യൂറിങ് സമ്മർ വി സ്വെറ്റ് എ ലോട്ട്, വി പെർസ്പയർ എ ലോട്ട്, അതായത് ഒരുപാട് വേർക്കും. then what will happen? The cotton clothes, they will absorb this sweat and it will be allowed to evaporate. Cotton clothes, there are small holes in cotton dress, so that will through holes water come, this sweat will come out and it will evaporate, making our body cool. നേരെ മറിച്ച് ഇതോ നമ്മൾ പോളിസ്റ്റർ ക്ലോത്ത് ഇട്ടാലോ the cloth will not absorb too much sweat. This sweat will not be absorbed by this polyester cloth. We again will feel very uneasy in such polyester clothes. Pinna dark clothes aagum it will absorb heat very easily. That is why we are always advised to wear light colored cotton dresses during summer. Okay, so this is evaporation and the effects of evaporation and how evaporation is affecting our daily life. So evaporation is the conversion of a liquid to vapor state below its boiling point. That below its boiling point you will have to add. And what are the factors that affect evaporation? A surface area, then wind,
humidity, temperature, and I told you intermolecular force of attraction. All these factors will affect evaporation, and evaporation always results in cooling. Okay, so this is evaporation.